യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. എന്നു കാണുമേശു രാജനെ, എന്നു കാണുമേശു രാജനെ. കാലമായി കാലമായി പറന്നു പോകാൻ കാലമായി, കാലമായി കാലമായി പറന്നു പോകാൻ കാലമായി. രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ, രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ. എന്നു കാണുമേശുരാജനെ. മുൾക്കിരീടധാരിയായി കടന്നുപോയ പ്രിയനെ, മുൾക്കിരീടധാരിയായി കടന്നുപോയ പ്രിയനെ. പൊൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ, പൊൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ. എന്നു കാണുമേശുരാജനെ, എന്നു കാണുമേശുരാജനെ. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 23-24 വാക്യങ്ങളാണ് നമ്മളുടെ ചിന്തിക്കുന്നത്. ജനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 23 and 24. നാഹോറിനെ ജനിപ്പിച്ച ശേഷം ശേരൂഗ് 200 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. And Serug lived after he begat Nahor 200 years and begat sons and daughters. നാഹോറിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. And Nahor lived 9 and 20 years and begat Terah. സെക്കൻഡ് സെഷൻ എന്ന് നാം വായിക്കുന്ന പോലെ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായിട്ട് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. He gave you the capacity to enjoy all kinds of pleasure. He has good plans for your life. He forgives you and he is lovingly parent with you. God loves you infinitely more than you can imagine. The greatest expression of this is the sacrifice of God's sons for you. God proves his love for us in that while we still were sinners, Christ died for us. If you want to know how much you matter to God, look at Christ with his arms outstretched on the cross, saying, I love you this much. I had rather die than live without you. God is not a cruel slave driver or a bully who uses brute force to coax us into submission. തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 10-31-32 വാക്യങ്ങൾ അല്ലെങ്കിൽ പ്രോവേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 31-33. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവ് ഉച്ഛേദിക്കപ്പെടും. The mouth of the just bringeth forth wisdom, but the froward tongue shall be cut out. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. The lips of the righteous know what is acceptable, but the mouth of the wicked speaketh frowardness. ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 9. വീണു
എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. And said unto him, all these things will give thee, if thou wilt fall down and worship me. നമുക്ക് 5th സെഷനിലേക്ക് പോവാം. യോഹന്നാന്റെ പിതാവ് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് 1:67 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ പിതാവായ സെക്കരിയാവിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു: ഇസ്രായേൽ ജനമേ, നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. അവൻ നമ്മുടെ സഹായത്തിനെത്തിയിരിക്കുന്നുവല്ലോ. തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ നമുക്കൊരു വലിയ രക്ഷകനെ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകരും ഈ കാര്യം നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നു. ശത്രുക്കളിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കുമെന്ന വാഗ്ദാനം താൻ ഓർക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് നിർഭയം ജീവിക്കാനും ദൈവത്തെ അനുസരിക്കുവാനും കഴിയും. എൻ്റെ മകനെ, നീ അത്യുന്നത ദൈവത്തിൻ്റെ സന്ദേശവാഹകനായിരിക്കും. കർത്താവിൻ്റെ വരവിനായി നീ പാതി ഒരുക്കും. അവൻ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് നീ അവരോട് പറയും. നമ്മുടെ ദൈവം വളരെ നല്ലവനും സ്നേഹവാനുമാണ്. അവൻ്റെ രക്ഷ നമ്മുടെ മേൽ ഒരു വെളിച്ചം പോലെ പ്രകാശിക്കും. മരണഭയത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രകാശമായിരിക്കും ഇത്. അവർ നമുക്ക് സമാധാനത്തിൻ്റെ വഴി കാണിച്ചു തരും. ബാലൻ ശക്തനും ബുദ്ധിമാനുമായി വളർന്നു വന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവസന്ദേശം അറിയിക്കാൻ തുടങ്ങുന്നത് വരെ യോഹന്നാൻ മരുഭൂമിയിലാണ് വളർന്നത്. ആദ്യത്തെ ക്രിസ്തുമസ്, മറിയയുടെ ആശ്ചര്യം. ദൈവം മനുഷ്യരോട് വിവിധ രീതിയിലാണ് സംസാരിക്കുന്നത്. ആദ്യ നാളുകളിൽ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന പ്രത്യേക സന്ദേശവാഹകരിലൂടെ ദൈവം സംസാരിക്കുമായിരുന്നു. പിന്നീട് ഏറെക്കാലം പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ദൂതന്മാരിലൂടെയും ദൈവം സംസാരിക്കാറുണ്ട്. യോഹന്നാൻ ജനിക്കുന്നതിന് 3 മാസം മുമ്പ് ഗലീലയിലെ നസറേത്ത് എന്ന പട്ടണത്തിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ചു. യോസേഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയയ്ക്ക് ഒരു സന്ദേശവുമായാണ് ദൂതൻ വന്നത്. ദാവീദ് രാജാവിൻ്റെ കുടുംബക്കാരനായിരുന്നു യോസേഫ്. മറിയേ, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം നിന്റെ മേൽ വന്നിരിക്കുന്നു, ദൂതൻ മറിയയോട് പറഞ്ഞു. എന്താണ് ദൂതൻ പറയുന്നതെന്ന് മറിയയ്ക്ക് മനസ്സിലായില്ല. അവൾ അമ്പരന്നു. നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിനക്കൊരു മകൻ ജനിക്കും. അവന് യേശു എന്ന് പേരിടണം. ദൈവപുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അവൻ്റെ മുൻഗാമിയായ ദാവീദിനെ പോലെ ദൈവം അവനെ ഒരു വലിയ അധിപതിയാക്കും. ദൈവജനത്തെ അവൻ എന്നേക്കും ഭരിക്കും. ദൂതൻ പറഞ്ഞു. ഞാൻ വിവാഹിതയല്ലല്ലോ, പിന്നെങ്ങനെ ശിശു ജനിക്കും? മറിയ ദൂതനോട് ചോദിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെ ജനിക്കുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ കാര്യം അറിഞ്ഞില്ലേ? അവൾ വൃദ്ധയായതുകൊണ്ട് ഇനി മക്കളുണ്ടാകുകയില്ലെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ 3 മാസത്തിനകം അവൾക്ക് ഒരു ശിശു ജനിക്കും. ദൈവത്താൽ എല്ലാം സാധ്യം എന്നറിയുക. ദൂതൻ വെളിപ്പെടുത്തി. ഞാൻ ദൈവത്തിൻ്റെ ദാസി. അവൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിക്കട്ടെ. ദൂതൻ ഉടനെ അപ്രത്യക്ഷനായി. കണ്ടന്റിൻ്റെ ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ്. നമ്മൾ ആ എഴുതിയിരുന്ന വാക്യത്തിൻ്റെ ഒക്കെ കണ്ടന്റ്. ഇത് വംശാവലി ആയതുകൊണ്ട് ഇത് ഇന്നയാളെ ജനിപ്പിച്ചു എന്നൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ആദ്യമായിട്ട് കാണുന്നവർ എന്താണെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നു. നാഹോറിനെ ജനിപ്പിച്ച ശേഷം ശേരു 200 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. And Serug lived after he begat Nahor 200 years and begat sons and daughters. നാഹോറിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. And Nahor lived 920 years and begat Terah. സെക്കൻഡ് സെഷൻ റിക്വാറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. അതിനകത്ത് ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടൻറ്റ് നമ്മൾ 2 സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുത്ത് എഴുതിയിട്ടുണ്ട്.
The greatest expression of this is the sacrifice of God's Son for you. God proves His love for us in that while we still were sinners, Christ died for us. Third session. പ്രോവർബ് അല്ലെങ്കിൽ സദൃശ വാക്യങ്ങൾ. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. The mouth of the just bringeth forth wisdom, but the froward tongue shall be cut out. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാവും. The lips of the righteous know what is acceptable, but the mouth of the wicked speaketh frowardness. Fourth session. യേശുവിൻ്റെ പരീക്ഷാഘട്ടത്തിലൂടെ യേശു കടന്നു പോകുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. വീണു എന്നെ നമസ്കരിച്ച് ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. പിശാച് അവനോട് പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. And said unto him, all these things will give thee if thou wilt fall down and worship me. എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.